ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണല്ലോ കോടതി വെറുതെ വിട്ടത്. ഇനിയിപ്പം മറ്റേ എതിർ കക്ഷിക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം. അപ്പോൾ അദ്ദേഹം തെറ്റുകാരനല്ല നേരിട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ കോടതിക്കപ്പുറം ഒന്നും വരാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, പണമുള്ളവർക്ക് എന്തും ചെയ്യാം, വിധി വെറുതെ പോവും, അതേ വരുള്ളൂ. പണം ഇല്ലാത്തവൻ ജയിലിൽ പോകും. എന്തായാലും അത് നീതിയുക്തമല്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാൻ വേണം. ദിലീപായാലും ആരായാലും അനുഭവിക്കണം. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, അതായത് കൊട്ടേഷൻ കൊടുത്ത് ഒരു നടിയെ പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിന് വിധി പറഞ്ഞ ദിവസമാണിന്ന്. ഏറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടൻ ദിലീപ് ഇതിൽ 8ാം പ്രതിയായിരുന്നു. 84 ദിവസത്തെ ജയിൽ ശിക്ഷയാണ് അദ്ദേഹം ഈ കേസിന് വേണ്ടി അനുഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ പിണറായി സർക്കാർ ദിലീപിനോട് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ ഇന്നുണ്ടായ വിധി എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത്? നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ജനങ്ങൾക്കൊരു നിരാശയാണ്. കാരണം പുള്ളിക്ക് ഇത് നീതി കിട്ടിയില്ലെന്നുള്ളതാണ്. അത് ശരിയായ ഒരു അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണ്. നീതി കിട്ടിയില്ല. ഗൂഢാലോചനയല്ല ഏറ്റവും വലിയ അതൊരു തെറ്റല്ലേ? തെറ്റല്ലേ, ഏറ്റവും വലിയ തെറ്റാണ് ഗൂഢാലോചന. ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വിധി വന്നത് നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. അല്ല, കോടതി 8.5 വർഷം കൊണ്ടുള്ള ഓരോ തെളിവെടുപ്പും ഒക്കെ നടത്തിയിട്ടാണ് അവസാന നിമിഷത്തിലാണ് ഇത്തരം ഒരു വിധി വന്നത്. അത് എന്തായാലും അത് നീതിയുക്തമല്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. കാരണം കോടതി പറയുമ്പോൾ നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. എന്നാലും ഒരു സന്തോഷമില്ല. ഇല്ല, ഇല്ല, സന്തോഷമില്ല. അതിപ്പം ശിക്ഷിച്ചാലും ശിക്ഷിക്കുന്ന കക്ഷി കോടതി പോകും. പിന്നെ വെറുതെ വിട്ടാലും ഈ അടുത്ത സെക്ഷൻ അടുത്ത ഒരു ഘടകത്തിലേക്ക് ആ കേസ് പോകുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ 84 ദിവസം ദിലീപിനെ ജയിലിലടച്ച നമ്മുടെ പിണറായി സർക്കാരിനെ ഇതൊരു തിരിച്ചടിയാവൂലേ ഈ ഒരു വിധി? അങ്ങനെ പറയാൻ പറ്റില്ല. ഏതൊരു കേസായാലും ഫസ്റ്റ് ഒരു 3 മാസം ആളിനെ അകത്തിടുമല്ലോ. ആ ഒരു സംഭവത്തിൽ അങ്ങനെ പോകുന്നതായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഈ കേസ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു, പിന്നെ കേസ് ശിക്ഷിച്ചാൽ ശിക്ഷിക്കുന്ന കക്ഷി അപ്പർ കോടതിയെ സമീപിക്കും. വെറുതെ വിട്ടാലും എതിർകക്ഷി, അതായത് വിക്ടിം അതിജീവിതയും പോകും. അപ്പോൾ പിന്നെ നമുക്കിതിനകത്ത് ഇപ്പോൾ ഒന്നും ഇപ്പോഴത്തെ ഈ ഒരു കോടതി വിധിയെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനിടയിൽ പാലത്തായി കേസുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇതൊരു അനീതിയായിട്ട് നമുക്ക് തോന്നും. കോടതി ശരിക്കും ഈ കേസ് എന്തോ ഒരു സംഭവം നടന്നതുപോലെ, അതായത് തെളിവില്ലാത്തതാണെന്ന് വേണേൽ പറയാം. പക്ഷെ ഇതിനകത്ത് അതിന് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു മറുപടി പറയാൻ എനിക്ക് പറ്റുന്നില്ല. എന്തായാലും ഈ വിധി അംഗീകരിക്കുന്നുണ്ടോ ചേട്ടാ, ഇത് ശരിയായിട്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്? കോടതിയുടെ ഒരു തീരുമാനം അല്ലേ ഇത്. ഫൈനൽ വരുമ്പോഴല്ലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. നമുക്കിതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇത് ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് എനിക്കിപ്പോഴുള്ളത്. അതായത് വിധി ഇപ്പോൾ വന്നിരിക്കുന്ന വിധി തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായിട്ടില്ല. അല്ല, ഇതിലെ 1, 2, 4 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നുണ്ട്. 6 മുതലുള്ള 4 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന പൾസർ സുനിക്കെതിരെ നടപടിയുണ്ട്, വിധിയുണ്ട്, ശിക്ഷയുണ്ട് അദ്ദേഹത്തിന്. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരാൾ ഒരു കൊട്ടേഷൻ കൊടുത്ത് ഒരാളെ ബലാത്സംഗം ചെയ്യാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോടതിയുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ കേസായിരിക്കാം. അതെ അതെ. അതുകൊണ്ട് അതിന് പർട്ടിക്കുലറായിട്ടൊരു ശിക്ഷ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതിന് നമ്മുടെ നിയമസംഹിതയിലൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അതായിരിക്കാം ദിലീപ് രക്ഷപ്പെടാനുണ്ടായ ഒരു കാരണം. എന്തായാലും വിധിയിൽ സംതൃപ്തനാണ്? അല്ല 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 ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണല്ലോ കോടതി വെറുതെ വിട്ടത്. ഇനിയിപ്പം മറ്റേ എതിർ കക്ഷിക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം. അത്രേ ഉള്ളൂ ഇതിലുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 84 ദിവസം ഒരു കുറ്റവും ചെയ്യാത്ത ദിലീപിനെ ജയിലിലടച്ച സർക്കാർ, അതൊരു തെറ്റാണ് അല്ലേ? അതിനിപ്പം അനുഭവിച്ചു പോവില്ല അദ്ദേഹം. അതിനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് ഉത്തരം പറയേണ്ടി വരില്ല എന്നുള്ളതാണ് പിണറായി സർക്കാർ പറയേണ്ടി വരും. ഈ ഇങ്ങനത്തെ ഒരു വിധി വന്നതിൽ ചേട്ടൻ സംതൃപ്തനാണോ? അതോ അതെ, തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇയാൾ കോടതി വെറുതെ വിട്ടത് അദ്ദേഹത്തെ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് വിധി ന്യായമായ വിധിയാണ്. ഇപ്പോൾ അത് ശരിയായ നടപടിയല്ല. അല്ല, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണോ? ഉണ്ട്. അപ്പോൾ അതിജീവിതയ്ക്ക് ശരിയായ ഒരു വിധി ലഭിച്ചില്ലെന്നാണോ പറയുന്നത്? തെറ്റ് ചെയ്തത് എപ്പോഴായാലും അനുഭവിക്കേണ്ടതാണ്. അല്ല, അപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടത് എങ്ങനെയെന്നാണ് ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ? അതിജീവിതയ്ക്ക് ശരിയായ ഒരു വിധി, ന്യായം കിട്ടിയെന്നുള്ളതാണോ? അങ്ങനല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ട വേണം. ദിലീപായാലും ആരായാലും അനുഭവിക്കണം. അതിന് വെറുതെ വിട്ടാൽ പിന്നെ അത് കോടതിയിലെ തെറ്റാണ്. അല്ല, നമുക്ക് കോടതിയെ പറയാൻ പറ്റില്ല. കാരണം കോടതി
പറയുന്നത് എന്താണോ അത് സാധാരണക്കാർ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. 8.5 വർഷത്തെ തെളിവെടുപ്പിന് ശേഷമാണ് വന്നേക്കുന്നത്. ചേട്ടൻ അത് സംതൃപ്തനാണോ ഈ ഒരു വിധിയെ കേട്ടിട്ട്? നമുക്കും പ്രയാസമുണ്ട്. പിന്നെ തീർച്ചയായും നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുള്ളതല്ലേ അല്ലേ? നമുക്ക് പ്രയാസമുണ്ട്. അത് കോടതിയിലെ വെറുതെ വിട്ടത്. അതെ, അപ്പോൾ അദ്ദേഹം തെറ്റുകാരനല്ല വീട്ടിൽ വെറുതെ വിട്ടു. തീർച്ചയായിട്ടും അതാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ കോടതി വിധിക്കപ്പുറം ഒന്നും വരാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അപ്പൊ തെറ്റ് ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും കോടതി ശിക്ഷ വിധിച്ചനായിരുന്നു. 8.5 വർഷത്തെ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ദിലീപിനെ കുറ്റക്കാരനല്ലാതെ കണ്ടിട്ടല്ലേ വിട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കോടതി വിധി നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 54 ദിവസത്തിലധികം ജയിലിലാക്കിയ പിണറായി സർക്കാർ ഇതിന് വലിയൊരു തിരിച്ചടിയാവൂലേ സർക്കാരിന്? അപ്പോൾ എന്ത് പറയാനായിട്ട് തിരിച്ചടി എന്നൊക്കെ ഒന്നും പറയത്തില്ല. ഞാൻ സാധാരണ എത്ര കേസ് ഉണ്ടായിരിക്കുന്നു, ഉണ്ടാകാമല്ലോ. ഇത്തരത്തിലൊരു കേസ് ആദ്യമാണ്. അല്ല, ഇതുപോലുള്ള ഈ പിന്നെ ആരോപണം അത്രയും ഞാൻ ജയിലിൽ കിടന്നിരിക്കുന്നു. അതിൽ പെട്ടെന്ന് നമുക്ക് കരുതാനേ പറ്റുള്ളൂ, അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാമേ? അപ്പം കൊച്ചിനെ ഒത്തിരി ഉപദ്രവിച്ചില്ലേ? അല്ല, കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്ന ദിലീപ് കുറ്റക്കാരനല്ല എന്ന് അല്ലേ? അപ്പൊ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം കോടതിക്കുള്ളത് കൊണ്ടല്ലേ കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞേക്കുന്നത്. ശരിയാണ് അല്ലേ? അപ്പൊ നമുക്ക് കോടതിയെ എതിർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കോടതി ഒരിക്കലും എതിർക്കാൻ പറ്റില്ല. ഇല്ല. എന്നാലും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ശരിയായ വിധിയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ഒരു നല്ലൊരു അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നു എന്ന് കരുതുന്നുണ്ടോ? കരുതുന്നില്ല. ഇല്ല. സത്യം എന്താണെന്ന് നമുക്കും വലിയ ധാരണയില്ലല്ലോ. സത്യമെന്നും കോടതിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ശരിയായ ഒരു വിധി ആയിരിക്കും. അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടുള്ളത്. തെളിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ സത്യം ജയിക്കട്ടെ. അതെ, പണമുള്ളവർക്ക് എന്തും ചെയ്യാം, വിധി വെറുതെ പോവും, അതേ വരുള്ളൂ. പണം എല്ലാത്തവരും ജയിലിൽ പോകും. നടക്കുന്ന കാര്യം. 8.5 വർഷം കോടതി കണ്ടുപിടിച്ചതിലാണ് തെളിവുകളെല്ലാം നോക്കിയെടുത്ത് അതിനെതിരെ വാദപ്രതിവാദങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ അത് പണത്തിൻ്റെ കളിയും വേണം. അത്ര പണം തന്നെ എല്ലാം ചെയ്യണത്. പണം ഇല്ലേ ആരും മൈൻഡ് ചെയ്യണത്. പിച്ചക്കാരൻ ജയിലിൽ പോകും, വെള്ളവും ജയിലിൽ പോകും. ദിലീപിൻ്റെ വിധി നല്ല വിധിയാണ്. കാരണം പൾസർസുരിയാണ് കുറ്റം ചെയ്തത്, അയാളെ ശിക്ഷിച്ചു. അതാണ് വിധി. ദിലീപ് ഇത്രയും കാലത്തെ അന്വേഷണത്തിൽ ദിലീപ് അതിൽ പെട്ടിട്ടില്ല. അതാണ് വളരെ ദയനീയമായിട്ട് അയാൾ സൂക്ഷിക്കപ്പെട്ടു. മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതേസമയം പൾസർസിനെ അതിൽ ബന്ധപ്പെട്ടതെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. ഉറപ്പായിട്ടും ദിലീപ് നിരപരാധിയായ അയാളെ കുറേ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു. അത് അയാളുടെ തലവിധി എന്ന് പറയാൻ. അല്ല, ഇത് നമ്മുടെ സർക്കാരിനൊരു തിരിച്ചടിയാകില്ലേ ഈ ഒരു വിധി? സർക്കാരിൻ്റെ അത് ഇത് വെച്ച് കാരണം 84 ദിവസത്തിലധികം ഈ സമയത്ത് അത് വിലയിരുത്തേണ്ട കാര്യമില്ല. സർക്കാരിനെ പറ്റി വേറെ വിഷയങ്ങളുണ്ടല്ലോ. ഈ ഒരു വിഷയം അതുമായിട്ട് ബന്ധപ്പെടുത്തി സർക്കാരിൻ്റെ ഈ ഇലക്ഷൻ സമയത്ത് ഒന്നും അത് ശരിയല്ല. വിധി നല്ല വിധിയാണ്. തെറ്റ് ചെയ്യാത്തവനെ വെറുതെ ക്രൂശിക്കരുതെന്നുള്ളതാണ്. പക്ഷെ അയാൾക്കുണ്ടായ മാനസിക വ്യത അത് സഹിക്കാൻ പറ്റത്താണ് അയാളുടെ കുടുംബത്തിന്. വെറുതെ വിട്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റക്കാരനല്ല അല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ശരിയായ വിധിയാണ് ഇന്ന് വന്നത്. ശരിയായ ഒരു വിധിയാണ് ഇന്ന് വന്നത്.